കാതുകളിൽ ദൈവം കേൾപ്പിച്ച ദൈവിക പ്രോമിസുകൾ പലപ്പോഴും നിവൃത്തിയാകാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഭാരങ്ങൾ ഉണ്ടായിരിക്കാം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ക്രിസ്തുവിൽ ഏവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 36-ാം വാക്യത്തിൽ നിന്ന് ഈ പ്രഭാതത്തിൽ ഒരു ചെറിയ സന്ദേശം കൈമാറുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വചനം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഒരു വ്യക്തിയുടെ ലൈഫിൽ നിറവേറ്റപ്പെടുവാൻ അവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഫസ്റ്റ് വൺ ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പേഷ്യൻസ്. ഒന്ന് ദൈവഹിതം, ദൈവ ഇഷ്ടം, രണ്ട് സഹിഷ്ണുത. ഈ രണ്ട് കാര്യങ്ങളും ദൈവം പറഞ്ഞ വാഗ്ദത്തം ഒരു വ്യക്തിയുടെ ലൈഫിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുവാൻ, വെളിപ്പെട്ടു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ കാതുകളിൽ ദൈവം കേൾപ്പിച്ച ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്, ഒത്തിരി വാഗ്ദത്ത ശബ്ദങ്ങളുണ്ട്. ആ ദൈവികമായ പ്രോമിസുകൾ നമ്മുടെ ലൈഫിൽ നിറവേറ്റപ്പെടുവാൻ ഒന്നാമതായി നാം ദൈവഹിതം തിരിച്ചറിയുന്നവരായി മാറണം. നമ്മുടെ ഇഷ്ടത്തിൽ ജീവിച്ചാൽ ഒരിക്കലും ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ ലൈഫിൽ നിറവേറുവാൻ സാധ്യതകളില്ല. പക്ഷേ ഒരു വ്യക്തി വാഗ്ദത്തത്തിനകത്തേക്ക് എൻ്റർ ആകണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിൽ അവൻ ജീവിക്കുന്നവരായിരിക്കണം. രണ്ട് സഹിഷ്ണുത, പേഷ്യൻസ്. നമ്മെപ്പോഴും കേട്ട വാഗ്ദത്തങ്ങൾ ഉടനെ നടക്കണമെന്നില്ല, അതിനു വേണ്ടുന്ന പേഷ്യൻസും കൂടെ നമുക്കുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒന്ന്, അബ്രഹാം വാഗ്ദത്തം കേട്ടു. രണ്ട്, ദൈവ ശബ്ദത്തിനകത്ത് ദൈവ ഇഷ്ടത്തിൽ അബ്രഹാം ചലിക്കാൻ തുടങ്ങി. മൂന്നാമതായി ആ ദൈവിക പേഷ്യൻസ്. എത്ര വർഷം, 25 years അബ്രഹാം ആ വാഗ്ദത്തത്തിനകത്ത് സഹിഷ്ണുതയോടെ കാത്തിരുന്ന് ആ വാഗ്ദത്ത വിഷയത്തിന് അവകാശിയായി മാറി. ഈ പ്രഭാതത്തിൽ ഈ ദൈവ സന്ദേശം കൈമാറുമ്പോൾ നിങ്ങൾ കേട്ട വാഗ്ദത്ത ശബ്ദങ്ങൾ, നമ്മുടെ കാതുകളിൽ ദൈവം കേൾപ്പിച്ച ദൈവിക പ്രോമിസുകൾ പലപ്പോഴും നിവൃത്തിയാകാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഭാരങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ കർത്താവ് നമ്മളോട് പറയുകയാണ്, വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. എന്നാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ദൈവ ഇഷ്ടത്തിൽ സഞ്ചരിക്കുക, രണ്ട് സഹിഷ്ണുത ഉണ്ടായിരിക്കുക. ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിനകത്ത് വളരെ അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിപ്പാൻ ആമേൻ പറഞ്ഞ് ഈ ദൈവശബ്ദത്തെ സ്വീകരിക്കുക, ദൈവഹിതത്തെ തിരിച്ചറിയുക, സഹിഷ്ണുതയോടെ ജീവിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ആമേൻ.